Good morning and happy Sabbath to all. എല്ലാവർക്കും നല്ല പ്രഭാത വന്ദനം, അതേപോലെ നല്ലൊരു ശബദം ഞാൻ ആശംസിക്കുകയാണ്. It's a great privilege and I'm excited to be here today. ഇന്നിവിടെ ആയിരിക്കുന്നതിൽ വളരെ ഒരു പദവിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. I want to thank the Kerala Adventist Church for giving us this opportunity for all of us to take part in today's service. ഇന്ന് ഈ യുവാക്കളും യുവതികളും എല്ലാം ഒരുമിച്ച് ഞങ്ങൾക്കെല്ലാം ഈ വലിയ അവസരം നൽകിയതിന് കേരള അഡ്വന്റിസ്റ്റ് ചർച്ചിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. And special welcome goes to Johnny Maman who has asked me to speak and I want to thank him for all the words. ജോണി മാമൻ എന്നോട് ഞങ്ങളുടെ യൂത്തിന്റെ ലീഡറായിരിക്കാൻ എന്നോട് ആവശ്യപ്പെടാൻ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. I think this is the first time that our church has elected a director for the youth department, I believe. ഞാൻ വിശ്വസിക്കുന്നത് ആദ്യമായിട്ടാണ് സഭ ഒരു യൂത്ത് നേതാവിനെ തിരഞ്ഞെടുത്തത്. But I hope and pray that he will do a better job as the days to come. മുന്നോട്ട് പോകുന്തോറും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I want to thank the Kerala Adventist Choir for the beautiful and meaningful song they sang for us. അഡ്വന്റിസ്റ്റ് സ്ക്വയർ ആലപിച്ച മനോഹരവും അർത്ഥവത്തായ ഗാനത്തിന് ഞാൻ നന്ദി പറയുകയാണ്. It's not easy to sing as a group, but because of different schedules of work, but they chose to sing for the Lord this morning. ഒരു സംഘമായിട്ട് പാടുന്ന വളരെ ഈസിയായ കാര്യമല്ല, എന്നാൽ എല്ലാവരും ചേർന്ന് വളരെ മനോഹരമായി വളരെ മാധുര്യ സ്വരത്തോടുകൂടി ഈ ഗാനം ആലപിച്ചു. അതാണ് ഞാൻ പ്രത്യേകം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. While they were singing, my memory is going back to my home church, Kavadiya, Trivandrum. പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജന്മദേശമായ കവടിയാറിലെ പള്ളിയിലേക്ക് എൻ്റെ ചിന്ത കടന്നുപോയി. Always we have a good singing group for the church. എപ്പോഴും ആ സഭയിൽ ഞങ്ങൾ നല്ല ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. The other days, Pastor C.B. Matthew was saying when Friday comes, just put away all the books, get things ready for the church activities, take part of the church business. വെള്ളിയാഴ്ച വരുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ശബദ ആരാധനയ്ക്കുള്ളതായ കാര്യാദികളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതൊക്കെയാണ് പാസ്റ്റർ നമ്മളോട് പറയുണ്ടായി. As usual, when Friday come around 5 o'clock, we start our choir practice for our divine service, for the Vesper service. പതിവുപോലെ വെള്ളിയാഴ്ചയും 5 മണിക്ക് ഞങ്ങൾ വെസ്പറിന് വേണ്ടിയുള്ളതായ പാട്ടും അതേപോലെ ദിവ്യ ആരാധനയ്ക്ക് വേണ്ടിയുള്ളതായ പാട്ടും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. When Saturday come, we come to early church, we do a lot of things, open the church, clean up, put song books in place in order, flowers are arranged, ready for the song service to start. അതേപോലെ സഭയിൽ രാവിലെ പ്രഭാതത്തിൽ വരുമ്പോൾ പള്ളിയെല്ലാം നല്ലപോലെ വയ്ക്കുകയും സാബത്ത് സ്കൂൾ പാഠങ്ങൾ നിരത്തി വയ്ക്കുകയും പാട്ട് പുസ്തകങ്ങൾ നിരത്തി വയ്ക്കുകയും ചെയ്തതായ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. And right after the divine service, we'll go home and have a quick lunch and come back for the choir practice at 2 o'clock p.m. അതിനുശേഷം മടങ്ങി ഭവനത്തിലേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിച്ച് മടങ്ങി പള്ളിയിലേക്ക് വരാറുണ്ട്. That practice lasts till 5 o'clock. പതിവ് കാര്യാദികൾ 5 മണി വരെ ഉണ്ടായിരിക്കും. Then around 5 o'clock, our church pastor will announce, let's go for home visiting or hospital visiting. അതിനുശേഷം 5 മണിക്ക് ശേഷം സഭാ പാസ്റ്റർ പറയും, നമുക്ക് ഭവന സന്ദർശനത്തിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സന്ദർശനത്തിനോ പോകാം. We really enjoyed the fellowship with our family, friends and church members in those days. അന്നത്തെ കാലത്ത് സഭയും സഭാ കുടുംബാംഗങ്ങളും അതേപോലെ വളരെ ആരോഗ്യമായ ബന്ധം വളരെയധികം സന്തോഷിപ്പിച്ചു. അത് ഞാൻ ഓർമ്മിക്കുകയാണ്. We really enjoyed the fellowship in those days. അന്നത്തെ കൂട്ടായ്മ ബന്ധം വളരെയധികം അർത്ഥവത്തായിരുന്നു, സന്തോഷദായകമായിരുന്നു. Now I would like to mention just a couple of people's names that came to our life. Our church made some changes. ചില പ്രത്യേകമായ വ്യക്തികൾ ഞങ്ങളുടെ ജീവിതത്തിലും സഭയിലും മാറ്റമുണ്ടാക്കിയതായ ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്. One of them was our former South Kerala session president. Later on he became the youth director for the division, Pastor Satyavadi. പാസ്റ്റർ സത്യവാദി മുൻപ് കേരള സെക്ഷനും അതേപോലെ ഡിവിഷനും ഒക്കെ പ്രവർത്തിച്ചു. അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ ഓർമ്മിക്കുന്നത്. Church had a good time under his leadership. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സഭയ്ക്ക് നല്ലൊരു നേതൃത്വം ലഭിച്ചു. Whenever he goes for church meeting, effort meeting or special, church inauguration, he takes us. സഭാ സന്ദർശനത്തിനും അതേപോലെ സഭാ ഉദ്ഘാടനത്തിനും ഒക്കെ പോകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. I still remember he took us a big group
to Niagara, New Delhi for 1.5-week trip. Agra, New Delhi. ന്യൂഡൽഹിയിലെ ആഗ്രയുള്ളതായ സ്ഥലം കാണുവാൻ പോകാനുള്ള വലിയൊരു സംഘവുമായിട്ടാണ് അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയത്. We really enjoyed the youth meeting under his leadership. അന്ന് യുവതികളുടെ ആ വലിയ പ്രോഗ്രാം വളരെ മനോഹരമായ രീതിയിൽ അവിടെ പ്രകടനം കാഴ്ചവെച്ചു. And the second person I love the most, he was our church pastor then for more than 7 straight years. Then later on, is currently working for us, our South West India Union President, Pastor Selvamani. അടുത്ത ആൾ എന്നെ സ്വാധീനിച്ചത് അന്നത്തെ സഭാ പാസ്റ്ററായ സെൽവമണി, അതുപോലെ പിന്നീട് അദ്ദേഹം ഇപ്പോഴത്തെ വെസ്റ്റ് യൂണിയന്റെ പ്രസിഡന്റായ പാസ്റ്റർ സെൽവമണിയാണ്. Let me tell you in short, he is not only giving opportunity for us, but encourage everybody to take certain part in our church activities. നമ്മുടെ സഭാപ്രവർത്തനത്തിൽ ഓരോ കാര്യാദികളിലും ഏർപ്പെടുത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു വലിയ കഴിവുള്ള മനുഷ്യൻ അദ്ദേഹം. May the Lord continue to bless him as he work for the Lord. അദ്ദേഹം ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് ഞാൻ ആഗ്രഹിക്കുകയാണ്. I see that similarities in our Kerala Adventist Church also. നമ്മുടെ സഭയിലും അതേപോലത്തെ സ്വഭാവ ഗുണങ്ങളുള്ളവരുണ്ട്. Under the leadership of Dr. C.P. Matthew and Ryan George, they do a lot of things for our church. പാസ്റ്റർ C.P. മാത്യു രാജൻ ജോർജിന്റെയും നേതൃത്വത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യപ്പെടുന്നുണ്ട് സഭയിൽ. Whenever we come with certain ideas, we'll go to them. Instead of no, they'll say, let's do it, we can do it, we'll do it. അവരെ സമീപിക്കുകയും ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യുവാനുള്ളതായ താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുമ്പോൾ അവർ പറയും നമുക്ക് ചെയ്യാം. It's a good and positive response from them. വളരെ മനോഹരമായ ഒരു പ്രതികരണമാണ് അവരിൽ നിന്ന് ലഭിക്കുന്നത്. May the Lord bless all of us as we continue to take our church activities. നമ്മുടെ സഭാ പ്രവർത്തനം നാം വളരെയധികം കാര്യക്ഷമതയോടുകൂടി നിർവഹിക്കുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. As you all know, I'm not a preacher or teacher today. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ വലിയൊരു പ്രാസംഗികനും ഒരു അധ്യാപകനുമല്ല. As we go along together, we'll study the word. നാം ഒരുമിച്ച് ദൈവത്തിന്റെ വചനം മുന്നോട്ട് പഠിച്ചു പോകാം. And please do forgive me if I make any errors. ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുവാൻ ഞാൻ താല്പര്യപ്പെടും. The title that I have given for today's thought is discipleship. ഇന്നത്തെ പ്രസംഗത്തിലെ തലവാചകം ഞാൻ എടുത്തിരിക്കുന്നത് ശിഷ്യത്വം എന്നുള്ളതാണ്. What's the meaning or definition by discipleship? ഈ ശിഷ്യത്വം എന്ന് പറയുന്നതിന്റെ അർത്ഥവും നിർവചനവും എന്താണ്? According to the New Universal Dictionary defines either as a position of disciple or duration being a disciple. ഇങ്ങനെ ഈ പറയുന്ന ഡിക്ഷണറിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാലയളവും അതേപോലെ ഒരു പദവിയുമാണ് ഈ ശിഷ്യത്വം എന്ന് പറയുന്നത്. So disciples is more than a concept, it's a way of life. അത് ഒരു തത്വസംഹിതയല്ല, എന്നാൽ ഒരു ജീവിത ശൈലിയാണ്. For Christian, it's a relationship our master. അതായത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ യജമാനുമായിട്ടുള്ളതായ ബന്ധമാണ്. According to the Bible, Jesus was on earth. His 12 followers were called disciples. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെയാണ് ശിഷ്യന്മാരെന്ന് വിളിച്ചിരുന്നത്. So the disciple refers to learner or follower, we can say. അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരെ പഠിക്കുന്നവരെന്നും അല്ലെങ്കിൽ അനുകമ്പിക്കുന്നവരും എന്ന് പറയുന്നു. As you all know, Jesus chose his closest followers very carefully. നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുത്തു. Disciples mean one who committed to the task of discipleship. അതിനർത്ഥം കർത്താവ് യേശുക്രിസ്തുവിന്റേതായ സുവിശേഷ വേലയിൽ പ്രതിബദ്ധരായവരെയാണ് എടുത്തത്. Because the reason Jesus need people, he could send out his message and continue his work. അതിന്റെ ഫലമായി തന്റെ സുവിശേഷം ലോകത്തെങ്ങും അറിയിക്കുവാൻ തക്കണം, അവരെ അയക്കുവാൻ തക്കണം ഇടയായി. So Jesus put certain criteria to become disciple, to be a discipleship. ഈ ശിഷ്യത്വത്തിൽ ശിഷ്യരായിരിക്കാൻ തക്കമുള്ളതായ ചില മാനദണ്ഡങ്ങൾ കർത്താവ് യേശുക്രിസ്തു പറയുന്നു. I still remember the day my mother and my uncle's family coming from India for the first time to this country. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് എൻ്റെ അങ്കിളും അതേപോലെ അവരുടെ കുടുംബവും ഈ അമേരിക്കയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ I have no other option. I had to go and pick them up. മറ്റൊരു ഇല്ലാത്തത് അവരെ അവിടെ പോയി കൊണ്ടുവരേണ്ടതായ ഉത്തരവാദിത്വം എനിക്കായിരുന്നു. From the Washington DC airport, now it's called Reagan National Airport. വാഷിംഗ്ടൺ DC എയർപോർട്ട് ഇപ്പോൾ റീഗൻ നാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നു. I think it was 1996, I think. 1996 തോന്നുന്നു. I was not so happy because I got my
driving license just less than a year just before she arrived. ആ ഉത്തരവാദിത്വം എടുക്കാൻ തൊക്കെ വളരെയധികം താല്പര്യമില്ലാതെ, കാരണം അന്ന് ഞാൻ വന്നതേ ഉള്ളൂ, എനിക്ക് ലൈസൻസ് കിട്ടിയതേ ഉള്ളൂ. And I was so nervous, and with a little driving experience, my old car, no cell phone, no GPS or navigation, no computer to print out the direction even. അന്ന് പഴയ കാറും നാവിഗേഷൻ അല്ലെങ്കിൽ റൂട്ട് പറഞ്ഞു തരുന്നതായ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. To get things worse, my aunt called and said, "There are coming 4 people plus 4 into 2, 8 big bags too." എന്റെ ആന്റി വിളിച്ച് പറഞ്ഞു 4 പേര് വരുന്നുണ്ട്, അതോടൊപ്പം 4 into 2 8 ബാഗും ഉണ്ടായിരുന്നു. So definitely we need more than one car. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നിലധികം കാറുകൾ വേണമായിരുന്നു. So finally we start our journey to the airport. She asked me to follow her. അവസാനത്തിൽ യാത്ര ആരംഭിച്ചു, അവളെ പിന്നാലെ പോകാൻ പറഞ്ഞു. And this was the last flight from New York to Washington DC. അത് ന്യൂയോർക്കിൽ നിന്നും വാഷിംഗ്ടണിലേക്കുള്ളതായ അവസാന വിമാനയാത്രയായിരുന്നു. I think it was around 10 or 10:30 p.m. 10:10 ആയിരുന്നു രാത്രി. As you all know, following in the night is very hard to follow another car because of the traffic light, red light, brake light from in the night. രാത്രിയിൽ റോഡിൽ മറ്റു വേറൊരു കാറിനെ പിന്നിട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം, കാരണം ട്രാഫിക് ലൈറ്റ് അതേപോലെ ബ്രേക്ക് ലൈറ്റ് ഇങ്ങനെല്ലാം കാണുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും. So while we were traveling, she asked me to follow her car. Somehow we missed her car. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് പിൻപിലത്തെ കാർ മുൻപിലത്തെ കാർ അവലംബിച്ച് വരുമ്പോൾ എവിടെ വെച്ച് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി. Somehow she took a right turn and we couldn't do that. എങ്ങനെയോ വലത്തോട്ടെടുക്കുകയും ഞങ്ങൾക്ക് അത് കാണുവാൻ സാധിച്ചില്ല. ആ വലത്തോടെടുക്കാതെ മിസ്സായി പോയി. And before I go, I asked one of my friends to be with me. So finally he agreed to come with me, as he knows the familiar place to Washington DC and airport. എന്നാൽ അന്ന് എന്നോടൊപ്പം ഒരു പരിചയക്കാരുണ്ടായിരുന്നതിനാൽ, ഒരു സുഹൃത്തുണ്ടായതിനാൽ ആ അവസ്ഥയിൽ നിന്നും തടിതപ്പി പോരാൻ സാധിച്ചു. So when I said I missed the right turn, he said, "Don't worry, just go a little more farther, take the next street, take a right turn, we'll come back to the same street." വലതുവശത്തോട് തിരിയാൻ സാധിച്ചില്ല, സാരമില്ല, മുന്നോട്ട് പോകുക, അടുത്ത വലതെടുത്ത് ശരിയായ തെരുവിലേക്ക് പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു. So when I come to take the right turn, the sign says no right turn. എന്നാൽ അവിടെ വലതുവശത്തേക്ക് തിരിയാൻ തൊക്കെ വന്നപ്പോൾ അവിടെ സൈൻ പറയുന്നത് അങ്ങോട്ട് തിരിയാൻ പാടില്ല. So he asked me to go a little more farther, go to the left line, we'll take a left and we'll come back. പറഞ്ഞു മുന്നോട്ട് പോയി ഇടത്തോട്ട് പോയി വീണ്ടും മടങ്ങി വരാമെന്ന് പറഞ്ഞു. As we drove further, we came across the street. The sign says, big sign says, no U-turn. എന്നാൽ മുന്നോട്ട് പോയപ്പോൾ യു ടേൺ എടുക്കുവാൻ പാടില്ല, അത് വലിയ അടയാളം അവിടെ പറയുന്നു. Believe me, my friend, I came close to the airport. I missed the exit. It took me another 3-4 miles from airport to towards Virginia. എന്നാൽ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, എയർപോർട്ടിന്റെ ഏറ്റവും അടുത്ത് വന്നെങ്കിലും ആ വലത് തിരിയാതെ മുന്നോട്ട് പോയി വെർജീനിയയുടെ അടുത്തേക്ക് എത്താറായി. Going from airport another 4 miles to take another turn. എയർപോർട്ടിൽ എത്താതെ അത് കഴിഞ്ഞ് 3 മൈൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. Somehow we came back to the airport looking for my mother and my loved one. I couldn't know where to be found. എന്നാൽ മടങ്ങി എയർപോർട്ട് വന്നപ്പോൾ എൻ്റെ അമ്മയെയും അതേപോലെ മറ്റുള്ളവരെയും നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. So finally I called my aunt. Where are they? She said they took a cab. They are on way back home. ഞാൻ ആന്റിയെ വിളിച്ചു ചോദിച്ചപ്പോൾ ആന്റി പറഞ്ഞു അവർ ടാക്സി പിടിച്ച് വീട്ടിലെത്തി കഴിഞ്ഞു. So my dear friend, I couldn't be on time, on the right way, or I couldn't be on the right destination. അതുകൊണ്ട് ശരിയായ വഴി പോകാത്തത് കൊണ്ട് ശരിയായ ആ ഉദ്ദേശ സ്ഥലത്ത് എത്തുവാൻ സാധിച്ചില്ല. So here Jesus put certain criteria to come to him, to the right way, to the right destination. ശരിയായ വഴിയിൽ എത്തുവാൻ തക്കോളം ചില മാനദണ്ഡങ്ങൾ വെക്കുകയാണ്. The fact that there's a distinction among the follower of Jesus. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ഒരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. Not everyone who accepts him enters the discipleship. എല്ലാവരും ശിഷ്യത്വം അംഗീകരിക്കുന്നവർ എല്ലാവരും ശിഷ്യന്മാരാകണമെന്നില്ല. Discipleship involves a willingness to follow commands, to make a commitment. നിർദ്ദേശങ്ങളും ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പാടെ പാലിക്കുവാനുള്ളതായ സമർപ്പണം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. To become disciples, one who has to respond to the call issued by Jesus. എന്നാൽ ഒരു ശരിയായ ശിഷ്യത്വം അംഗീകരിച്ചത് കർത്താവ് യേശുക്രിസ്തുവിന്റെ നിർദ്ദേശം അതേപടി പാലിക്കുന്നതിന് മാത്രമേ ശിഷ്യനായി തീരാൻ സാധിക്കൂ. So the task of discipleship is a commitment at home, in the workplace, even at church too. അതുകൊണ്ട് ശിഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ സമർപ്പണം നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സഭയിലും നമ്മുടെ പ്രവർത്തന മേഖലയിലുമായിരിക്കണം. So Jesus' words means discipleship begins for members of God's church. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ശിഷ്യത്വം ദൈവത്തിന്റെ സഭയിലാണ് ആരംഭിക്കുന്നത്.
So there is a difference between membership and discipleship. സഭാംഗത്വവും അതേപോലെ ശിഷ്യത്വത്തിന് തമ്മിൽ വ്യത്യാസമുണ്ട്. As you all know, to become the member of this church, just we have to go attend the church or pay tithe or baptize or even attend the seminar. We can be a member of the church. നമുക്ക് എല്ലാവർക്കും അറിയാത്ത പോലെ നമ്മുടെ സഭയുടെ അംഗത്വം ലഭിക്കണമെങ്കിൽ സ്നാനം ഏൽക്കണം, സഭയിൽ എന്നും പോയിരിക്കണം, അവിടുത്തെ കാര്യാദികൾ നാം നിർവഹിക്കണം. ഇങ്ങനെതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സഭാ അംഗത്വം ലഭിക്കുന്നു. But discipleship need more than a lot to do. എന്നാൽ ശിഷ്യത്വം അതിനേക്കാൾ കവിഞ്ഞ അനേക കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. So the very first point I would like to make to become disciples found in the book of Luke, chapter 9, verse 23. അതുകൊണ്ട് ആദ്യമായി ശിഷ്യത്വത്തിന്റെ പ്രഥമ കാര്യങ്ങൾ പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, Jesus said unto him all, if anyone would come to me, he must deny himself and take up his cross and follow me. അതായത് യേശുക്രിസ്തു പറഞ്ഞത്, എന്നെ പിന്തുടരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നില്ല, അവൻ തന്നെത്താൻ ത്യജിച്ച് എന്റെ മുഖമെടുത്ത് എന്റെ പിന്നാലെ അനുഗമിക്കുക. This means discipleship requires self-denial. അതുകൊണ്ട് ശിഷ്യത്വം അംഗീകരിക്കണമെങ്കിൽ നാം സ്വയത്തെ ത്യജിക്കേണ്ടിയിരിക്കുന്നു. It's a deeper commitment to our master. നമ്മുടെ യജമാനനോട് പൂർണ്ണമായ സമർപ്പണം നമുക്കുണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. The first disciple left everything. ആദ്യത്തെ ശിഷ്യന്മാർ എല്ലാം ഉപേക്ഷിച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ പിന്തുടർന്നു. You know that community, home, friends, family, even spouse, they left everything and followed Jesus. അവരുടെ കുടുംബത്തെ, സമൂഹത്തെയും അതേപോലെ ഭാര്യമാരെ പോലും അവർ ഉപേക്ഷിച്ചിട്ടാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ സേവനത്തിന് വേണ്ടി അവർ പോയത്. The Bible says the story of two men were beside the sea fishing for their livelihood. Jesus walked up and said, "Follow me." They left everything and followed him. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മീൻ പിടുത്തക്കാരായ ശിഷ്യന്മാർ കർത്താവ് യേശു പറഞ്ഞു, നിങ്ങളെല്ലാം വിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. If I tell my friend Shaji, don't go to work, follow me, he will stand around and say, are you crazy? I have to pay bills, I have to pay my health insurance. You have something wrong, go to hospital, he will say to us. ഞാൻ എന്റെ സുഹൃത്തായ ഷാജിയോട് പറയാണ്, ഷാജി എല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ വേല ചെയ്യാൻ വരിക. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണോ? എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം, മറ്റേ ബില്ല് കൊടുക്കണം, എനിക്ക് ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കണം, ഇതെല്ലാം ഞാൻ എങ്ങനെ കൊടുക്കും? നിനക്ക് എന്താണ്, തലയ്ക്ക് അസുഖമുണ്ടോ എന്ന് ചോദിക്കും. But Jesus says self-denial is very important in our life. കർത്താവ് യേശുക്രിസ്തു പറയുന്നത് സ്വയം ത്യജിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. Sometimes my wife say, let's go out of this city life. ചില സമയത്ത് എന്റെ ഭാര്യ പറയും, ഈ പട്ടണത്തിലെ ജീവിതം കൊണ്ട് മടുത്തു. I say, I'm not coming, you go. അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നീ പോക്കോ. Again she'll come with the point, okay, let's go mountain or start a mountain life. എന്നാൽ മറ്റൊരു സമയത്ത് പറയും, മലകളിൽ പോയി നമുക്ക് താമസിക്കാം. I say, all this my life, I've been in the city, I cannot come to the mountain, you go, I'm not coming. അപ്പം ഞാൻ പറയുമോ, ഇത്ര നാളും ഞാൻ പട്ടണത്തിൽ ജീവിച്ചതുകൊണ്ട് മലപ്രദേശത്ത് ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. But maybe she's right, leave everything and willing to go for the Lord. തീർച്ചയായിട്ടും അവൾ പറയുന്നത് ശരിയാണ്. എല്ലാം ത്യജിച്ച് കർത്താവിന് വേണ്ടി അനുഗമിക്കുവാൻ നാം തയ്യാറുള്ളവരായിരിക്കണം. Self-denial, very important in our life. സ്വയം ത്യജിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഉത്തരവാദിത്തമാണ്. Willing to follow our master. നമ്മുടെ യജമാനനെ അനുഗമിക്കുവാൻ അവൻ പോകുന്നിടത്തേക്ക് ഒക്കെയും. The second and then requirement for discipleship is love. അടുത്ത ശിഷ്യത്തിന് വേണ്ടിയുള്ളതായ അർഹത സ്നേഹമുള്ളവരായിരിക്കുക. John 15:12 says that before crucifixion, Jesus told his disciple, my commandment is that love each other as I have loved you. യോഹന്നാൻ 15:12 പറയുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുമ്പായി പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പ്രമാണിക്കൽ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ എന്നാണ് പറഞ്ഞത്. Ellen G. White also says self-sacrifice we need in our life to follow Jesus. എലൻ വൈറ്റ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്വയം ത്യജിക്കുന്നതായ ആ മനോഭാവം നമുക്കുണ്ടായാൽ മാത്രമേ ശരിയായ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. When we come to church, we are very busy, നാം പള്ളി വരുമ്പോൾ നാം വളരെ തിടുക്കമുള്ളവരാണ്. Sometimes we forget to do everything. We forget to pray, forget to love each other. നാം പള്ളി വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും എന്നൊക്കെ നാം മറന്നു പോകുന്നു. So the requirement for discipleship is love. അതുകൊണ്ട് ശിഷ്യത്വത്തിന്റെ യോഗ്യത സ്നേഹമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. One of my friends in the workplace, she asked me, Daniel, can I sit with you one day? So I need to take a day off for my church event. എന്റെ പള്ളിയിലെ ചില കാര്യാദികൾക്ക് വേണ്ടി ഞാൻ നിന്നോടൊപ്പം ഇരുന്നു കൊണ്ട് ഒരു അവധി എടുത്തുകൊണ്ട്
സമയം ചെലവഴിച്ചൂടെ എന്ന് ചോദിച്ചു. I said, okay, no problem, you can take it, talk to the supervisor, fix your schedule. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായും ചെയ്യാം. നിന്റെ സൂപ്പർവൈസറോട് പറഞ്ഞു നിന്റെ സമയമെല്ലാം നീ ക്രമീകരിക്കുവാൻ പറഞ്ഞു. And when she finished her church event, she came back to me and she said, thank you very much, you have done so much for me to give me that day off. ആ പള്ളിയിലെ കാര്യാദികളൊക്കെ നിർവഹിച്ചതിനു ശേഷം അവൾ എന്നോട് നന്ദി പറഞ്ഞു നീ എന്നോടൊപ്പം എന്നെ സഹായിച്ചതിനാൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവളാണ്. I just asked her, what was the program, how did you go, how did you went? അവളോട് ചോദിച്ചു എങ്ങനെയായിരുന്നു പരിപാടികൾ, എങ്ങനെ അത് നടന്നു. She said, good time with friends and families and loved ones. എല്ലാം നല്ല സുഹൃത്തുക്കളോടും കുടുംബങ്ങളോടും ബന്ധുക്കളോടും ഒക്കെ ഞങ്ങൾ സംബന്ധിച്ച് വളരെ നല്ല സമയമായിരുന്നു എന്ന് പറഞ്ഞു. I asked my friend, did you able to pray in the church? എന്റെ സുഹൃത്തിനോട് ചോദിച്ചു നീ അന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചു. She said like this, Daniel, I forgot to pray. ഡാനിയലെ ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നുപോയി. So sometimes very busy when we come to church doing a lot of things, forgot to pray. നാം പള്ളിയിൽ വന്നുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാൻ നാം മറന്നു പോകുന്നു. Sorry, I'm not blaming nobody in this church. I'm number one, very busy in life. ഞാൻ ഈ സഭയിൽ ആരെയും കുറ്റം പറയില്ല. ഞാനും അതേപടി ഉള്ളവനാണ്, ജീവിതത്തിൽ വളരെ തിരക്കുള്ളവനാണ്. Pray for our church members, pray for friends and family and love each other. നാം നമ്മുടെ സഭാ അംഗങ്ങളോടും ബന്ധുക്കളോടും നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. Let me make the final and the last point. അവസാനത്തെ അന്ത്യമായ ആ പോയിന്റ് ഞാൻ പറയട്ടെ. The essence of discipleship is following our master or the great teacher. നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ശിഷ്യത്വത്തിന്റെ ഏറ്റവും യോഗ്യതയും അർഹതയും നേടുന്നതായ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുഖ്യനായ യജമാനനെ നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പിന്തുടരുന്നതാണ്. He is the standard for discipleship. കർത്താവ് യേശു ക്രിസ്തുവാണ് ആ ശിഷ്യത്വത്തിന്റെ ഏക മാനദണ്ഡം. He set an example to commit his body teaching. കർത്താവ് യേശു ക്രിസ്തു ഒരു മാതൃക കാണിച്ചുകൊണ്ട് നമ്മളെ ഉപദേശിച്ചിരിക്കുന്നു. He sacrificed his life for the salvation for the followers and disciples. കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്തുകൊണ്ട് വലിയ ഒരു അനുകമ്പയോടുകൂടിയതായ പ്രദർശനമാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. Romans 5:7 says this, Jesus Christ died for us. റോമർ 5:7 പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. So we should commit our lives to him on daily basis to seek his guidance. അതുകൊണ്ട് ഓരോ ദിവസവും നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ എല്ലാ കാര്യാദികളെയും നാം അവലംബിച്ചുകൊണ്ട് അവനെ നമ്മുടെ യജമാനായി നാം സ്വീകരിക്കണം. As you hear the story today about the disciples from Sunila, നാം ഇന്ന് കുട്ടികളുടെ കഥയിൽ സുനില പറഞ്ഞതായ ശിഷ്യത്വത്തിന്റെ കഥ. So I just want to see some disciples how they had the life at the end as they are following Jesus. ചില ശിഷ്യന്മാരെ നാം പഠിക്കുമ്പോൾ അവർ എപ്രകാരം കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു പിന്തുടർന്നു എന്നത് നാം നോക്കുമ്പോൾ how they died at the end of the life. അവരുടെ ജീവിത അന്ത്യത്തിൽ എപ്രകാരം അവർ മരിച്ചു എന്ന് നാം നോക്കുമ്പോൾ as you know the story of James, he put death. King Herod has put him to death, means beheading. യാക്കോബിന്റെ ജീവിതം നാം നോക്കുമ്പോൾ ഹെരോദ രാജാവ് അവനെ തല ശിരച്ഛേദനം ചെയ്ത് അദ്ദേഹത്തെ കൊന്നു. And you know the story of Peter was crucified upside down on an X-shaped cross in Rome, fulfilling Jesus' prophecy. പത്രോസിന്റെ ജീവിത അന്ത്യം നാം നോക്കുമ്പോൾ എക്സ് എന്ന ആകൃതിയുള്ളതായ കുരിശുകളുള്ളതായ കാര്യത്തിൽ തലകീഴായി ഇട്ട് അവനെ കൊന്നുകളഞ്ഞു. You see the life of Matthew suffered and he killed in Ethiopia by sword wound. മാത്യു എത്യോപ്യയിൽ വാളിനാൽ കൊല്ലപ്പെട്ടു. As you all know the story of St. Peter's who came to our country to make churches. St. Thomas നമ്മുടെ നാട്ടിൽ വരികയും അനേക പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്ത അദ്ദേഹം എപ്രകാരമായിരുന്നു? You know the story of John faced in martyrdom, and he was boiled in a huge basin of boiling oil. Then he escaped and he went to Patmos. Then later on he wrote the book for us, Revelation. യോഹന്നാന്റെ കഥ നമുക്കറിയാം. അദ്ദേഹം വലിയൊരു തിളയ്ക്കുന്നതായ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ മുക്കി, എന്നാൽ അവിടെ രക്ഷപ്പെട്ട് അദ്ദേഹം പത്മോസ് ദ്വീപിലേക്ക് പോവുകയും വെളിപാടുന്നതായ പുസ്തകം എഴുതി ചേർക്കുകയും ചെയ്തു. And the story of James, and he was a leader of the church in Jerusalem. He was thrown from the temple of
യാക്കോബിന്റെ കഥ നോക്കുക. അദ്ദേഹം യെരുശലേം ടെമ്പിളിലെ വലിയ ഒരു പള്ളിയിലായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് എറിയപ്പെട്ടു, അങ്ങനെ കൊല്ലപ്പെട്ടു. Bartholomew, also known as Nathaniel, was missing in Asia, and he was dead by the whip. നഥാനിൽ എന്ന് പറഞ്ഞ അദ്ദേഹം ഏഷ്യ മൈനാൽ ചെല്ലുകയും അദ്ദേഹം ചാട്ടവടിയാൽ അടികൊള്ളുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. Andrew was crucified on X-shaped cross in Greece. അന്ത്രയോസ് ഗ്രീസിൽ എക്സ് അല്ലെങ്കിൽ എക്സ് ഷേപ്പിലുള്ളതായ ഒരു കുരിശിൽ അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു. And Matthias was stoned and then beheaded. മത്തിയാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ തല വെട്ടുകയും അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലുകയും ചെയ്തു. And Paul was tortured and beheaded by Emperor Nero. നീറോയാൽ പൗലോസ് അപ്പോസ്തലനെ ശിരച്ഛേദനം ചെയ്യുകയും കൊല്ലുകയും ചെയ്തു. It's not pleasant, isn't it, when we hear the life of the disciple and praise they have to pray for their life. ആ ശിഷ്യന്മാരുടെ കഥ നാം നോക്കുമ്പോൾ വളരെയധികം കഷ്ടതയും യാതനയും ദയനീയമായ ഒരു അവസ്ഥയാണ് നാം So കാണുന്നത്. we also should willing to follow Jesus no matter whatever its cost, even if death. മരണം സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും നാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും നാം അവനെ അനുഗമിക്കേണ്ടിയിരിക്കുന്നു. So today I'm asking you to take a decision in your life. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. Lord, I want to follow you. ദൈവമേ, ഞാൻ അങ്ങേ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു. Lord, I want to follow you with all my heart. എന്റെ പൂർണ്ണ ഹൃദയത്തോടും ഞാൻ യജമാന അങ്ങേ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Lord, we know that you have died us and you died to save us. So therefore I would like to follow you. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ചെയ്തതായ യജമാന കർത്താവ് യേശു ക്രിസ്തു ഞങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. So self-denial is very important to follow Jesus. അവർ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ പിന്തുടരുവാൻ സ്വയം ത്യജിക്കുന്നതായ സ്വഭാവം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. Love each other is very important. തമ്മിൽ സ്നേഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Finally, from membership level, go to the deeper to a disciple level to follow him. അതിനെല്ലാം ഉപരിയായി സഭാ അംഗത്വത്തെക്കാൾ അതിൽ മേലായി ഒരു ശിഷ്യത്വത്തിന്റെ സ്ഥാനത്തിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു. A deeper commitment to our master. ഏറ്റവും അങ്ങേയറ്റം സമർപ്പണ ബോധത്തോടുകൂടുന്ന ഒരു സേവനം നമ്മുടെ യജമാനെ നാം കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു. He died and set an example for us to follow him. നമുക്ക് വേണ്ടി മരിക്കുകയും നാം അനുഗമിക്കാനുള്ള വലിയൊരു മാതൃക നമുക്ക് വെച്ചിരിക്കുന്നു. Let's take that decision today to follow him. അവനെ അനുഗമിക്കുന്നതായ പൂർണ്ണ തീരുമാനം നമുക്കിന്ന് എടുക്കാം. I know some of them already taken decision in your life to follow him. എനിക്കറിയാം നിങ്ങളിൽ അനേകർ കർത്താവ് യേശു ക്രിസ്തുവിനെ പിന്തുടരുവാനുള്ളതായ തീരുമാനം എടുത്തു കഴിഞ്ഞു. I'm asking you to renew that decision today to follow him. എന്നാൽ ഇന്ന് ആ തീരുമാനത്തെ വീണ്ടും പുതുക്കി തീരുമാനിക്കുവാൻ നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്. Lord, you have done so many things for me, for my life. I want to follow you. ദൈവമേ, അങ്ങ് എന്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ചെയ്തു. ഇനിയും ആ തീരുമാനം ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെ അംഗീകരിക്കണം എന്ന് പ്രാർത്ഥിക്കണം. Following Jesus, there is no right turn, left turn, or U-turn, or turn back. There's only one way straight. കർത്താവ് യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ പുറകോട്ടോ പോകുന്നതായ വഴിയില്ല, മുന്നോട്ട് പോകുന്നതായ വഴി മാത്രമേ നമുക്കുള്ളൂ. As the children's going to sing the last song for us, let's pray for our children of this church. കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവസാനത്തെ ഗാനം ആലപിക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let's pray for the youth of this church. ഈ സഭയുടെ യുവതിവാക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാം. Let's love each other as a നമുക്ക് family. തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കാം. Will you take the decision today to follow him? ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ പിൻഗമിക്കാനുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും. Doesn't matter how the disciples died at the end, they stood for the faith for the Lord. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാർ അവരുടെ വിശ്വാസം കാത്തുകൊണ്ട് അവർ എപ്രകാരം അവരുടെ അന്ത്യം നാളുകൾ കഴിച്ചുപോയി അവർക്ക് എന്ത് മരണമാണോ ലഭിച്ചതെന്ന് കൂട്ടാക്കാതെ നാം അവനെ കർത്താവ് യേശു ക്രിസ്തുവിനെ പിന്തുടരാൻ നമുക്ക് തീരുമാനിക്കാം. Lord, you have done so many things for me. I want to കർത്താവേ, follow അങ്ങ് you. എനിക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. This is my prayer today. അതാണ് ഇന്നത്തെ എന്റെ പ്രാർത്ഥന. May the Lord continue to bless all of us as to take our decision in our life. നാം ഇന്ന് ആ ഉറച്ച തീരുമാനം എടുക്കുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും ആ തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Now we will have our children's songs right now. ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ പ്രത്യേക ഗാനം, അത് അവസാനത്തെ പാട്ടായിരിക്കും. ഈ പാട്ടിന്റെ അവസാനത്തെ വരികൾ എല്ലാവരും ചേർന്ന് പാടുന്നത്. I have decided to follow Jesus.
കാണത്തില്ല ഫ്രണ്ടിൽ ആ പാട്ട് വേറെ അല്ലേ സെയിം പാട്ട് അവിടെ നിന്നാ നേരെ കാണത്തില്ല Let's all sing and sing the last. I have decided to follow Jesus. I have decided
to follow Jesus. I have decided to follow Jesus. No turning back, no turning back. No turning back, no turning back. Will you decide now to follow Jesus? Will you decide now to follow Jesus? Will you decide now to follow Jesus? No turning back, no turning back, no turning back, no turning back. As we remain standing, let's all bow our heads and pray. Our mighty Heavenly Father, Lord, as we come to the close of this divine service, thank Thee, Lord, for the wonderful message brought out by Brother Reggie. Lord, as he brought out the great meaningful message, we are inspired and the Holy Spirit was infilling in our hearts the great thoughts that are to be the next commitment to follow Jesus in our lives fully and with all our hearts and with all our mind and with all our spirit. Lord, thanking Thee for the ministry of the youth in this church. As they begin this morning with this great thought, Lord, continue to bless them, bless the ministry, bless the leadership, bless all their endeavors to reach, in reach, to outreach in every extent, so that the gospel commission will be fulfilled in our times. We pray for everyone who are here this morning. Touch their hearts, mind and spirit, so that we will energetically, unitedly, with loving one another, go forward and do the work that are entrusted in ourselves. Thank Thee, Lord, for all the blessings that Thou hast provided in our lives, past and present. Continue to bless us. May the love of God and the grace of Jesus Christ and the communion of the Holy Ghost may be upon each one of us. Amen. Be seated. Where did you come? Here is a man who used to be quiet, always bowing down his head and walking around this church. He does his work, but not very flamboyant, but always quiet and nice. But now I know he can speak. He did a splendid job today. I never expected that he can speak. Now the hidden talents are coming out. And maybe he could take my place sometime. So, see, he has done is there an amen for what he has done today? God bless you. It was a splendid job. Thank you very much. And look forward for more assignments. Thank you. Couple of announcements to make. That is, there will be a fellowship fellowship lunch. All are invited. We have plenty of food. Do not walk away without having fellowship with us. All visitors are welcome.